ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും തന്നെ ആഗ്രഹമുണ്ട് അല്ലേ? പലർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കും നമ്മുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ധനവരവുണ്ടാകാനായിട്ട് ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ജോലിയിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് മറ്റൊരു ജോലി ലഭിക്കാനായിട്ട് ആഗ്രഹിക്കും. പല ഘട്ടങ്ങളിലും ഇങ്ങനെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുന്ന സമയത്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ കൂടിക്കൂടി വരുന്നത്. എന്നാൽ ഇതൊന്നും അല്ലാതെ മറ്റു പല ആഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം ഏത് തന്നെ ആയാലും ആ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. 2 കപ്പ് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്നാണ് ഈ ഒരു മെത്തേഡിന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ചിലർക്കെങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാം. അപ്പൊ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടും. അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ട്രിക്ക് അല്ലെങ്കിൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു കാര്യം ശരിയായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ലഭിക്കും. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പീരീഡ്സ് അല്ലെങ്കിൽ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, അങ്ങനത്തെയുള്ള ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ആകെ ചെയ്യേണ്ട ഒരു കാര്യം പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണമായിട്ടുള്ള ഉറപ്പോടുകൂടി വേണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുകയുള്ളൂ. ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. നിങ്ങൾക്കിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം ഏതാണോ ആ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു ആഗ്രഹം സാഫല്യമാകുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് 2 കപ്പ് മെത്തേഡ് എന്ന് പറയുന്നതിന് 2 കപ്പ് ആവശ്യമായിട്ടുണ്ട്. ഗ്ലാസിൻ്റെ കപ്പായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. സ്റ്റീലിൻ്റെ കപ്പോ അതുപോലെ തന്നെ മറ്റു കപ്പുകളൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക. 2 ഗ്ലാസ് കപ്പുകൾ എടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടത് 2 സ്റ്റിക്കി നോട്ട്സ് ആണ്. അതായത് നമുക്ക് ഈ ഗ്ലാസിന്റെ മുകളിൽ ഒട്ടിച്ചു വെക്കാൻ തരത്തിലുള്ള 2 പേപ്പറുകൾ. സ്റ്റിക്കി നോട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അതിൽ ഓൾറെഡി ഗം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ 2 വരയില്ലാത്ത വൈറ്റ് പേപ്പേഴ്സ് എടുത്താലും മതിയാവും. ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള വൈറ്റ് പേപ്പേഴ്സ് മതി. ഇതെടുത്ത് നമുക്കൊരൽപ്പം ഗമ്മ് തേച്ച് ഈ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം തന്നെ ഈ 2 ഗ്ലാസ്സുകളും നമ്മുടെ മുന്നിൽ വയ്ക്കുക. ശേഷം ആദ്യത്തെ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒരു 1/4 ഭാഗം വരെ വെള്ളം എടുക്കാം. കുടിക്കാൻ സാധിക്കുന്ന വെള്ളമായിരിക്കണം എടുക്കേണ്ടത്, ശുദ്ധമായിട്ടുള്ള വെള്ളം. അപ്പോൾ ആ വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് ആ ഗ്ലാസ്സിലേക്ക് ഒട്ടിക്കാനായിട്ട് എടുത്തു വെച്ച പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിലേക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ ആ ഒരു കാര്യം ഒന്ന് എഴുതണം. അതായത് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ പോകാനുള്ള ആ ഒരു കാരണം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാന്നതിന് മുന്നേയുള്ള നിങ്ങളുടെ ഒരു അവസ്ഥ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഒരു നല്ല ജോലി വേണം. ആ ഒരു ജോലി, ഇപ്പോഴുള്ള ജോലിയിൽ നിങ്ങൾ തൃപ്തനല്ല എന്നിരിക്കെ പുതിയൊരു ജോലി നിങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തേതിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് എഴുതണം. ആദ്യം തന്നെ മുകളിലായിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് എഴുതി ഇപ്പോഴുള്ള ജോലിയിൽ തൃപ്തനല്ല എന്ന് എഴുതുക. ഇനി നിങ്ങൾക്ക് ലോൺ അടയ്ക്കാനുള്ള പണമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് എഴുതിയ ശേഷം അടിയിലായിട്ട് ലോൺ അടയ്ക്കാനുള്ള അവസ്ഥയില്ല, ലോൺ അടയ്ക്കാനുള്ള പണമില്ല എന്ന് എഴുതുക. ഇനി നിങ്ങളൊരു പ്രണയത്തിലാണ്, ആ പ്രണയത്തിൽ വീട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം മാറി വീട്ടുകാരുടെ സമ്മതത്തിനായിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ എഴുതേണ്ടത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞ് വീട്ടുകാർ പ്രണയബന്ധത്തെ എതിർക്കുന്നു എന്ന് എഴുതാം. അപ്പോൾ ഓരോ കാര്യത്തിലും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ എന്നുള്ളതാണ് എഴുതേണ്ടത്.
ഇനി ഈ ഒരു സ്റ്റിക്കി നോട്ട് നമ്മൾ ഈ ഒരു കാര്യം എഴുതിയതിനു ശേഷം ആ ഒരു ഗ്ലാസ്സിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം, വെള്ളമുള്ള ഗ്ലാസ്സിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അടുത്ത സ്റ്റിക്കി നോട്ട് എടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹമാണ് എഴുതേണ്ടത്. അതായത് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ എഴുതി കഴിഞ്ഞു, ഇനി നമുക്ക് എന്താണോ നടക്കേണ്ടത് ആ ഒരു കാര്യം. അപ്പോൾ ആദ്യം തന്നെ ആ പേപ്പറിന്റെ മുകളിൽ ആഗ്രഹിക്കുന്ന അവസ്ഥ എന്ന് എഴുതുക. ശേഷം നിങ്ങളുടെ ആ ഒരു കാര്യം, ഇപ്പോൾ പ്രണയബന്ധം വീട്ടുകാർ സമ്മതിക്കുന്നു, അല്ലെങ്കിൽ നല്ല ജോലി ലഭിക്കുന്നു, കടങ്ങൾ തീരുന്നു, ലോൺ അടയ്ക്കാനുള്ള പണം ലഭിക്കുന്നു, ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹമാണ് അടുത്ത പേപ്പറിൽ നമ്മൾ എഴുതേണ്ടത്. എഴുതി കഴിഞ്ഞ ശേഷം ആ പേപ്പർ നമുക്ക് രണ്ടാമത്തെ ഗ്ലാസ്സിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഒന്നാമത്തെ ഗ്ലാസ്സിലുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമുക്ക് രണ്ടാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും നമ്മൾ നമ്മുടെ ആഗ്രഹത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ ആഗ്രഹത്തോടെ വേണം ചെയ്യാനായിട്ട്. മനസ്സിൽ നമുക്ക് ആ ഒരു നേട്ടം കൈവരിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ആഗ്രഹം സാഫല്യമായി കഴിഞ്ഞാലുള്ള നമ്മളുടെ സന്തോഷവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെയും തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കാം. അത് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു വെള്ളം മറ്റേ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാനായിട്ട്. ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച ശേഷം ആ ഒരു ഗ്ലാസ് പിടിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയും ഒക്കെ മനസ്സിൽ ഓർക്കുക. ആ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ വിഷ്വലൈസ് ചെയ്ത് കാണുക. ഒരല്പനേരം അങ്ങനെ പിടിച്ച ശേഷം നിങ്ങൾക്ക് ആ വെള്ളം കുടിക്കാവുന്നതാണ്. ആ വെള്ളം കുടിച്ച ശേഷം നിങ്ങൾക്ക് പോയിട്ട് കിടന്നുറങ്ങാം. ഇന്ന സമയത്തെ ചെയ്യാവൂ എന്നൊന്നുമില്ല. എന്നിരുന്നാലും രാത്രി സമയത്ത് നമ്മുടെ എല്ലാ ജോലികളും കഴിഞ്ഞ് കിടക്കുന്നതിൻ്റെ തൊട്ടു മുന്നേ ആയിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ വെള്ളം കുടിക്കുക, പോയിട്ട് കിടന്നുറങ്ങുക. ഈ ഉറക്കത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. 21 ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം നടക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഇങ്ങനെ ചെയ്യുന്നത് വഴി സാധിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ വളരെയധികം കോൺഫിഡൻസോട് കൂടി വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്, വളരെ വിശ്വാസത്തോടു കൂടി വേണം ചെയ്യാനായിട്ട്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ തീവ്രത അനുസരിച്ചാണ് അതിന്റെ റിസൾട്ടിന്റെ ഒരു സമയം എന്ന് പറയുന്നത്. വളരെയധികം വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ആഗ്രഹം സാഫല്യമാകും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇപ്പൊ നമുക്കൊരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് തെളിവുകൾ വേണമല്ലോ. അപ്പൊ നമുക്ക് ആദ്യഘട്ടങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ ഒരു കാര്യം ചെയ്യാം. പിന്നീട് ആ ആഗ്രഹങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മുടെ മുന്നിൽ തെളിവുകൾ വരും. അപ്പൊ നമുക്കതൊരു കോൺഫിഡൻസ് ആവും. ആ ഒരു കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും അടിയുറച്ച് വിശ്വസിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങളും ഇതുപോലെ എഴുതി ചെയ്യാവുന്നതാണ്. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലെ? ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. നമ്മൾ പൂജാ റൂമിൽ പോയിരുന്ന് ചെയ്യണമെന്നില്ല, നമ്മൾ അശുദ്ധിയുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല എന്നില്ല, അതുപോലെ തന്നെ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിനുള്ളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഇങ്ങനെയൊരു ആഗ്രഹം സാധിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ ആദ്യം ഞാൻ ഈ പറഞ്ഞതുപോലെ ചെറിയൊരു കാര്യം, ചെറിയൊരു ആഗ്രഹം വിചാരിച്ച് ഈ ഒരു കാര്യം തുടക്കം കുറിക്കുക. അപ്പോൾ ആ ഒരു കാര്യം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് വരും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലുള്ള വലിയ വലിയ ആഗ്രഹങ്ങളും കൂടി ഇതിലൂടെ തന്നെ സാധിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.